ഒരു സംഗീതജ്ഞന് എയർലൈൻ കമ്പനിയോട് പകയുണ്ടായാൽ എന്ത് സംഭവിക്കാം? ഒന്നും സംഭവിക്കില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഈ സംഭവ കഥ നിങ്ങളൊന്ന് കേൾക്കണം. 2008 ഡേവ് കാരൽ എന്നൊരാൾ യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ യാത്ര ചെയ്യേണ്ടി വന്നത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി. തൻ്റെ ബാഗേജ് തുറന്നു നോക്കിയപ്പോഴാണ് തൻ്റെ ഗിത്താർ പൊട്ടിയിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. അന്ന് വൈകുന്നേരം സംഗീത പരിപാടി ഉള്ളതിനാൽ അദ്ദേഹം നേരെ ഒരു റിപ്പയർ കടയിൽ ചെന്ന് ആ ഗിറ്റാർ റിപ്പയർ ചെയ്തു. $3500 വിലയുള്ള ആ ഗിറ്റാർ റിപ്പയർ ചെയ്യുന്നതിന് ഏകദേശം 1000 കൂടുതൽ ഡോളർ അദ്ദേഹത്തിന് ചിലവായി. പരിപാടി കഴിഞ്ഞ ശേഷം അദ്ദേഹം എയർലൈൻ കമ്പനിയുടെ അധികൃതരുമായി സംസാരിച്ചു. തനിക്ക് ഇത്തരത്തിലൊരു നഷ്ടം സംഭവിച്ചുവെന്നും നഷ്ടപരിഹാരം തരണമെന്നും അദ്ദേഹം കമ്പനിയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അത് കമ്പനിയുടെ ബാധ്യതയല്ലെന്നും 24 മണിക്കൂർ കഴിഞ്ഞു പോയതിനാൽ ഒരു തുക പോലും തരാൻ പറ്റില്ലെന്നും കമ്പനി പറഞ്ഞു. ഈ പേര് പറഞ്ഞ നിരവധി തവണ അദ്ദേഹം ആ കമ്പനിയെ സമീപിച്ചു. അവർ പൈസ കൊടുക്കാൻ തയ്യാറായതേയില്ല. ഇനി എന്താണ് മാർഗം എന്ന് ഡേവ് കരോൾ ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരാശയം ഒളിച്ചു. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒരു സംഗീത ആൽബം അങ്ങ് ഇറക്കി. യുണൈറ്റഡ് ബ്രേക്ക് ഗിറ്റാർസ് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ഒരു ആൽബം സോഷ്യൽ മീഡിയയിൽ അങ്ങ് തരംഗം സൃഷ്ടിച്ചു. തനിക്ക് അനുഭവപ്പെട്ട മനോവിഷമം മുഴുവൻ അദ്ദേഹം തൻ്റെ സംഗീതത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ആദ്യ ദിവസം തന്നെ ഇത് കണ്ടത് 1.5 ലക്ഷത്തിലധികം പേർ. വളരെ വൈകാതെ അത് 10 ലക്ഷം പേരിലേക്ക് എത്തി. അപ്പോഴേക്കും കമ്പനിയുടെ ശ്രദ്ധയിൽ ഇത് വന്നു. പക്ഷേ സമയം വളരെ വൈകിപ്പോയിരുന്നു. മില്യൺസ് ഓഫ് വ്യൂ ആണ് അതിന് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. അതോടുകൂടി ഈ കമ്പനിയുടെ ഓഹരി മൂല്യം വൻതോതിൽ ഇടിഞ്ഞു. ഏകദേശം 10% ഇടിഞ്ഞത്. എന്ന് പറഞ്ഞാൽ $180 മില്യൺ. $180 മില്യൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മൂല്യം അനുസരിച്ച് ഏകദേശം 1600 കോടിക്ക് മുകളിൽ വരുമെന്ന് ഓർക്കണം. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചെറിയൊരു അശ്രദ്ധ അതിന് ആ കമ്പനി കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. നോക്കണേ, സംഗീതത്തിൻ്റെയൊക്കെ ഒരു ശക്തി.